സത്യം പുറത്തു കൊണ്ടുവരാനുള്ള എളുപ്പമാർഗം ഒരു കുഞ്ഞു നുണ പറയുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് ഡെയിലി വൺ സ്റ്റെപ്പ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു നുണ പറഞ്ഞുകൊണ്ട് എങ്ങനെ സത്യത്തെ പുറത്തു കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ്. സത്യം കയ്പുള്ളതാണ്, എന്നാലും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. മനുഷ്യർ നമ്മുടെ അറിവില്ലായ്മയ്ക്ക് സഹായിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, മറിച്ച് നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനായി അണിനിരക്കും. അത് നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാവും. ഉദാഹരണത്തിന്, നമുക്കെല്ലാം ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും. അതിലൊന്നിൽ വളരെ വിനയത്തോടെ ഒരു നല്ല മൊബൈൽ ഫോണിനെ കുറിച്ച് പറഞ്ഞു തരൂ എന്ന് ചോദിക്കും. ഗ്രൂപ്പിലെ സകല ആളുകളും റീഡ് ചെയ്യുന്നല്ലാതെ ആരും മറുപടി നൽകില്ല. ആ സൈലൻസ് നമ്മളെ ഒരു വിഡ്ഢിയായി ചിത്രീകരിക്കും. കാരണം മറ്റൊരാളെ സഹായിക്കുക എന്നാൽ അതൊരു ജോലിയാണ്, അതിനാരും തുനിയില്ല. എന്നാൽ അതേ ഗ്രൂപ്പിൽ തന്നെ ആപ്പിൾ ഐഫോണിനെ പോലെ മോശമായ ഒരു ഫോൺ ലോകത്തിൽ തന്നെ ഇല്ല എന്ന് ഒരു ചെറിയ കള്ളം കുറച്ച് ധാർഷ്ട്യത്തോടെ പറഞ്ഞു നോക്കൂ. അടുത്ത സെക്കൻഡ് തന്നെ ഉറങ്ങിക്കിടന്നവർ കൂടെ ഉണർന്നു വന്ന് നമുക്ക് ക്ലാസ് എടുക്കും. നിനക്ക് എന്ത് പറയുമെന്ന് പറഞ്ഞ് കാര്യകാരണങ്ങൾ സഹിതം വിവരങ്ങൾ വ്യക്തമാക്കി തരും. ഇതിൻ്റെ പേരാണ് കണ്ണിങ്ഹാംസ് ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒട്ടുമിക്ക മനുഷ്യർക്കും താൻ ദയുള്ളവനായിരിക്കുന്നതിനേക്കാൾ ലഹരി താൻ ബുദ്ധിയുള്ളവനാണെന്ന് തെളിയിക്കുന്നതിനാണ്. ഗ്രൂപ്പിൽ ആരോ ഒരാൾ തെറ്റായി പറഞ്ഞു എന്ന ഈഗോ അവരെ വെറുതെ വിടില്ല. അതൊരു ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിൽ മാറാനായി സത്യത്തെ അവർ നിങ്ങളുടെ കാലടിയിൽ കൊണ്ടു തട്ടും. ഇതൊരു വിചിത്രമായ ചരിത്രതന്ത്രമാണ്. മനുഷ്യരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള ത്വര ഉപയോഗിച്ച് സത്യത്തെ പുറത്തു കൊണ്ടുവരാനുള്ള കലയാണ്. ചില സന്ദർഭങ്ങളിൽ ശരിയായ ഉത്തരങ്ങൾ ലഭിക്കാനായി നാം വിഡ്ഢിയാവുന്നതിൽ തെറ്റുണ്ടോ? കമൻറ്റിൽ പറയൂ. അടുത്തൊരു വിഷയമായി ഞാൻ വീണ്ടും വരാം. ഡെയിലി വൺ സ്റ്റെപ്പ്. ചെറിയ ചുവടുകളിൽ വലിയ വിജയം.